ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? പിന്നെ എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓണക്കറികളെല്ലാം കഴിഞ്ഞ് കാണുമല്ലോ. ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. രസമാണ്. രസം പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. രസപ്പൊടി ചേർത്ത് മാത്രം രസം ഉണ്ടാക്കുന്നവരുണ്ട്, കുരുമുളക് രസം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രസം ടൊമാറ്റോ വെച്ചിട്ടുള്ള രസമാണ്. വളരെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു രസമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയെന്ന്. ഇവിടെ ഞാൻ അതിനായി എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ് തക്കാളി, 3-4 പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, 3-4-5 പീസ് വെളുത്തുള്ളി, ഇതൊക്കെയാണ് ഞാൻ കഷ്ണങ്ങളായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക്, ജീരകം, 5-6 ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 3-4-5 പീസ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കരിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി 5-6 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. വെളുത്തുള്ളി നന്നായി മൂത്ത് വരണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും തക്കാളിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തോളൂ. പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കണ്ട. ഞാൻ തക്കാളി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിം ഗ്യാസ് സ്റ്റവ് ആക്കിയിട്ട് ഒന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ്സ് അത് ആ മീഡിയം ഫ്ലെയിമിലിരുന്ന് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ, നമ്മുടെ തക്കാളി നല്ലതായിട്ട് ഒന്ന് മെൽറ്റായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ മുളക് പൊടിയും, 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ആക്കിയിട്ടാണ് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തത്. ഈ പൊടികളെല്ലാം ഇതിൽ നന്നായി മിക്സായി ഒന്ന് നന്നായി ചൂടായി വരണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ നന്നായി മിക്സായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. രസം ഒരുപാട് തിക്കായിട്ടല്ല, കുറച്ചൊരു ലൂസായിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ രസത്തിൻ്റെ ഒരു പാകം എത്ര ആണെന്നുള്ളത്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ലൂസുമായി പോരുത്, എന്നാൽ ഒരുപാട് തിക്കുമായിരിക്കരുത്. രസത്തിൻ്റെ ഒരു പാകം ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ മസാലയ്ക്കനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം തന്നെ ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊള്ളുക. സോൾട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി അത് നന്നായിട്ട് തിളച്ച് വരണം. രസം തിളച്ച് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു നല്ലൊരു വാസനയാണ് രസം തിളച്ച് വരുമ്പോൾ. അത് രസം തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്തെ കായവും ഉലുവയും എല്ലാത്തിൻ്റെയും മല്ലി ഇതിൻ്റെയൊക്കെ ആ ചേരുവകൾ കറക്റ്റാണോ എന്ന് ആ മണത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം തന്നെ നമുക്ക് കുറച്ച് ചോറിട്ട് ഒന്ന് മിക്സ് ചെയ്ത് രസമായിട്ട് കഴിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങും കേട്ടോ. ഈ രസം വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഡൈജഷനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഒഴിച്ചുകറിയാണ് രസം. അപ്പോൾ ഈ രീതിയിൽ രസം എല്ലാവരും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പല രീതിയിൽ രസം ഉണ്ടാക്കാമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ ഈ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ രസം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.